ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതല്ല അഗർത്തലയിലാണ്, അതായത് ത്രിപുരയിലെ തലസ്ഥാനമായ അഗർത്തലയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ അഗർത്തല നഗരത്തിലൂടെയുള്ള യാത്രയിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ പാലസിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെയാണ് സഞ്ചരിച്ചത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അതുപോലെ ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഫംഗ്ഷൻ, എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന സെറ്റിംഗ് ഒക്കെ ഇല്ലേ, ഇത് ദുർഗാപൂജയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 27-28 തീയതിയാണ് ദുർഗാപൂജ സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ ഇതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതേ ത്രിപുര സ്പോർട്സ് കൗൺസിൽ കേട്ടോ. എനിക്ക് തോന്നുന്നത് അവരുടെ അധീനതയിലുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 27-28 തീയതിയിലാണ് ദുർഗാപൂജ സ്റ്റാർട്ട് ചെയ്യണത്. ശരിക്കും ദുർഗാപൂജ എന്ന് പറയുന്നത് ബംഗാളികളുടെ ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് കേട്ടോ. അത് മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് കൂടുതലും, കൊൽക്കത്ത സൈഡിലൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നതാണ് നമ്മൾ ആ ദിവസം വരെ ഇവിടെ ഉണ്ടാവുമെന്ന്. പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണണം. എൻ്റെ പ്ലാനാണ് കേട്ടോ അത്. പക്ഷേ നമുക്ക് നിൽക്കണ്ടേ ഇവിടെ, എവിടെയൊന്നും തങ്ങല്ല, അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഈ കാണുന്നതാണ് ഉജ്ജയിൻ്റെ പാലസിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്, പ്രൊഹിബിറ്റഡ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു പിടുത്തമില്ല കേട്ടോ. ഇതൊക്കെ എന്തോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഷോപ്പ് നമ്പർ 23-24. പിന്നെ അതുപോലെ ഇവിടെ റിക്ഷയുടെയൊക്കെ സൗകര്യമൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷ. ഈ കാണാമെന്ന് ഉജ്ജയിൻ്റെ പാലസ് കേട്ടോ. കയറാൻ പറ്റുമെന്ന് നോക്കാം. ഏത് വഴിയാണ് കയറണേന്ന് ഒരു പിടുത്തമില്ല. നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന റിക്ഷകളാണ് ഒരുപാടുണ്ട് കേട്ടോ ഈ റൂട്ടിൽ ഇങ്ങനത്തെ റിക്ഷയും കാര്യങ്ങളൊക്കെ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഉജ്ജയിൻ്റെ പാലസ് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വേണം പോകാനാണ് പറഞ്ഞ കേട്ടോ ആൾക്കാർ. മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഒരു കിടില മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തട്ടാ. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കാൻ വരും കേട്ടോ ഈ ഒരു ലേക്കിൽ. ഈ ലേക്കിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ആ കാണുന്നതാണ് ഉജ്ജയിൻ്റെ പാലസ്. നമ്മളിനി അങ്ങാടേക്കാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ ശിക്കാരകൾ പോലത്തെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ ഉണ്ട് കേട്ടോ എന്നാണ് തോന്നുന്നത്. ഒരു പിടുത്തമില്ല. പിന്നെ വെള്ളമൊക്കെ കുറച്ച് ഇതാണ്, കാരണം ആൾക്കാർ എനിക്ക് തോന്നുന്നു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഇതിലെന്തോ വീണ് കിടപ്പുണ്ട് കണ്ടില്ലേ. ഇതെനിക്ക് തോന്നുന്നു ഈ എന്തോ പൂജയുടെ എന്തോ ഇതാക്കിയാണെന്ന് തോന്നുന്നുണ്ടോ. എന്നാലേ പയ്യന്നെ അങ്ങോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ഈ എന്താ പറയുക രൂപങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് ആൾക്കാർ ഈ കാണുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ കച്ചവടക്കാരനെ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മളിവിടെ കുറേ നേരം ഇരിക്കാൻ തന്നെ ഉണ്ട്. ഇത് വെറുതെ വെച്ചേക്കണേണോ എന്നൊരു പിടുത്തമില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഉജ്ജയിൻ്റെ പാലസ് ഉണ്ടല്ലേ. നമ്മളങ്ങനെ അവിടെ നിന്ന് കറക്റ്റ് ഇങ്ങോട്ട് എത്തി. പക്ഷേ എനിക്ക് തോന്നല്ല കേട്ടോ ഇവിടെ വീഡിയോ അലൗഡ് ആണോ എന്ന്. ഹായ്, വീഡിയോ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല. നോക്കാം എന്തായാലും. നമ്മൾ ഇപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ട് ഇവിടെ ഏകദേശം 50 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടില്ല സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുന്നുണ്ടാ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഏകദേശം 50 രൂപ ടിക്കറ്റ് എടുത്ത് ഉജ്ജയിൻ്റെ പാലസിൻ്റെ എൻട്രൻസ് കയറി കേട്ടോ. അതുപോലെ അംബേദ്കറിൻ്റെ ഒരു ശിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല കിട്ടില്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, ഈ അടക്കാമരങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചെടിയൊക്കെ കണ്ടില്ലേ. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഇവരിങ്ങനെ എല്ലാ ദിവസവും വെട്ടി ക്ലീൻ ആക്കുമെന്ന് തോന്നിട്ടാ. ഇങ്ങനെ പൂ വിരിയണ പോലെ വെച്ചേക്കണം. പൂ വിരിയണല്ല, എന്താണ് കൊട പോലെയാണ് വെച്ചേക്കണം. നിങ്ങളാരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പല ആൾക്കാർ ഇവിടെ വൈകുന്നേര ടൈമുകളിലും അതുപോലെ തന്നെ രാവിലെ ടൈമുകളിലൊക്കെ വെറുതെ വന്നിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതുണ്ടല്ലോ കസേരയും പിന്നെ അതുപോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ഫ്രീ ആണ്. അതുപോലെ തന്നെ 10 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ അല്ലാത്തവർക്ക് 50 രൂപ ചാർജ് ഉണ്ട്.
അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിങ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ത്രിപുര സ്വിമ്മിങ് ക്ലബ്ബ്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ സ്വിമ്മിങ്ങിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കണത് ഒരു ലേക്കിലാണെന്ന് തോന്നുന്നുണ്ടാ. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് കണ്ടില്ല, ഒരുപാട് ആൾക്കാർ ഇതേപോലെയൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ വന്നൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നമുക്ക് എന്തായാലും പാലസിൻ്റെ അങ്ങാടേക്ക് പോവാം. എന്ത് ഭംഗിയാണ് ഈ ഒരു ചെടിയെ കാണാൻ വേണ്ടി, കൊള്ളാട്ടാ. കാരണം ഇവർ കറക്റ്റ് എല്ലാ ദിവസവും ഇതേപോലെ ഇങ്ങനെ വെട്ടി ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, രാജകൊട്ടാരം കേട്ടോ, പണ്ട് കാലത്തെ രാജകൊട്ടാരമാണ് ഇത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ടൈമിലാണ് ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ 1899 മുതൽ 1901 ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. ശരിക്കും ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇത് ടൂറിസം ആണ് ഹാൻഡിൽ ചെയ്യണമെന്നാണ് കേട്ടോ തോന്നുന്നത്. എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ വന്നൊരു സ്ഥലവും കൂടിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇത് പണ്ട് രാജവംശത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് തോന്നട്ടെ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് എന്തായാലും മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. പക്ഷേ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വീഡിയോസും കാര്യങ്ങളൊന്നും പ്രൊഹിബിറ്റഡ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു ശിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, മഹാത്മാഗാന്ധിയുടെ ശിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാണുന്നത് എക്സിറ്റാണ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു വണ്ടി കാണല്ലേ, അത് ശരിക്കും ആൾക്കാർ അങ്ങാടി ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സർവീസാണ്. ഇതെല്ലാം ടൂറിസം വകുപ്പിൻ്റെ അധീനതയിലാണ്. നമുക്ക് പയ്യെ കയറാട്ടോ. അടിപൊളിയല്ലേ പാലസ് കാണാൻ വേണ്ടി. ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും മെയിൻറ്റെയിനൊന്നും നല്ല രീതിയിലൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, അതൊക്കെ പൊട്ടിപ്പൊളി നടക്കണേണ്. ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി. പക്ഷേ ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഉജ്ജയിൻ്റെ പാലസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ശരിക്കും മ്യൂസിയത്തിലൊന്നും നമുക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പാലസിൻ്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. ഇപ്പോൾ കുറച്ച് വന്നത് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇതിലെ ഇവിടെ ഇങ്ങനെ ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പാലസിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്ത് ഇവിടെയുള്ള ആളുകളുടെ ചരിത്രവും അതുപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ ഭരണവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ശിലകൾ, അതുപോലെ തന്നെ പണ്ട് കണ്ടു കിട്ടിയിട്ടുള്ള കല്ലുകൾ, അതുപോലെ തന്നെ ഇവരുടെ കൾച്ചർ, പിന്നെ ട്രഡീഷണൽ ഡാൻസ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉടുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണി കഴിപ്പിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജ കിഷോർ മാണിക്യയുടെ കാലത്താണ്. അതുപോലെ തന്നെ പണ്ടുണ്ടാകുന്ന രാജാക്കന്മാരുടെയും അത് കഴിഞ്ഞിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളും അതുപോലെ തന്നെ ശിലകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഞാൻ പറഞ്ഞില്ല 50 രൂപ ടിക്കറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെയുള്ള വണ്ടികളില്ലേ, ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കാം കേട്ടോ. കാരണം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇതിൽ വന്ന് ഇങ്ങനെ ചുറ്റി കാണാം. അതുപോലെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും വണ്ടി കയറില്ല. നമ്മുടെ വീടിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി നടന്ന് മ്യൂസിയത്തിൽ ചെല്ലണം. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ വീഡിയോസും കാര്യങ്ങളും അലൗഡ് അല്ല കേട്ടോ. അതുപോലെ തന്നെ 1971 ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൻ്റെ വാറിലെ, അതായത് ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻസ് ഡേ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയമില്ലേ, അന്നുണ്ടായിരുന്ന വാറിൽ ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ആർമിയാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തത്, അതുപോലെയുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തേട്ടാ. അപ്പോൾ അതിൻ്റെ ഓർമ്മകളായിട്ടുള്ള ഓരോ ചിത്രങ്ങളും അതുപോലെ തന്നെ അന്ന് നടന്ന സംഭവങ്ങളും പിന്നെ പണ്ട് ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ മിസോറാമിലും ത്രിപുരയിലും പല സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രവും പിന്നെ അങ്ങനെയുള്ള ആളുകൾ വന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു രൂപം പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒറിജിനാലിറ്റി തോന്നും. ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഡ്രസ്സുകൾ കാര്യങ്ങൾ പിന്നെ അവർ ഉപയോഗിച്ച ആഭരണങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. കാലാവസ്ഥ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ പാലസിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിക്കണേണ്. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ജസ്റ്റ് എന്തായാലും പോവാം. കാരണം ഇന്നിപ്പോൾ വേറെ പണിയില്ല, ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഇറങ്ങാലാന്ന് വിചാരിച്ചിരിക്കണേ കേട്ടോ. എന്താ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ.
നമ്മളങ്ങനെ ആ ബോർഡിൻ്റെ അടുത്ത് എത്താറായിട്ടാ. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ആ ഒരു പള്ളിക്ക് നിസ്കരിച്ചിട്ട് പോകട്ടോ. ഇങ്ങനെ പോണ വഴി ഇവിടെ നിന്നാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ വഴി നേരെ ബോർഡറിലേക്ക് പോകേണ്ടത്. എന്തായാലും നമുക്ക് റൈറ്റിൽ കയറിയിട്ട് പള്ളി കയറിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ ഇനി ഇറങ്ങിയേട്ടാ. ഈ പള്ളിയിലാണ് നമ്മൾ വന്നത് കേട്ടാ. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ ഇനിയിപ്പോൾ ഇവിടെ അടുത്താണ് ബോർഡർ. ഇനി അങ്ങോട്ട് പോകാട്ടോ. കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമില്ല കേട്ടോ. അതെ മഴ പെയ്ത് തന്നെ പെട്ടു പോട്ടെ. അതിൻ്റെ റെയിൻകോട്ടൊക്കെ ആയി കീറിപ്പറന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നേരെ ബോർഡറൊക്കെ കണ്ടിട്ട് പയ്യെ ഒതുങ്ങാലാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം വൈകിട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 മണി ആറായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ലേറ്റായി. ഇപ്പോൾ നിസ്കാരമൊക്കെ ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിസ്കരിച്ചത് കേട്ടോ. നിസ്കാരമൊക്കെ എൻ്റെ 2 മണിയായി. കാരണം നമ്മൾ എത്തിപ്പെടാൻ ടൈം എടുത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ആ കാണുന്നതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ. അങ്ങാടേക്ക് അലൗഡാണോ എന്നൊരു പിടുത്തമില്ല. നമ്മളെന്തായാലും വന്നുകൊണ്ട് ജസ്റ്റ് പോണതാണ്. പിന്നെ ഇവിടെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞായറാഴ്ചയും ശനി ഞായറും എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഈ കാണുന്നതാട്ടെ എമിഗ്രേഷൻ ഏരിയ. പിന്നെ അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ലല്ലോ. ഇവിടെ ആരും പോയി ചോദിച്ചു നോക്കാം. ഇവിടെയാണ് സാധനങ്ങൾ, ഗുഡ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മളെ ഇപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ്ടാ. ഈ കാണുന്നതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഇത് വന്നത് അഗർത്തലയിലാണ്ടാ. ഇവിടെ നിന്ന് മെയിനായിട്ട് പോണത് മീനും പിന്നെ അതുപോലെയുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്നത് മീനും പിന്നെ അതുപോലെ തന്നെ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അടിപൊളിയല്ലേ ബോർഡർ കാണാൻ വേണ്ടി. ചെറിയൊരു ബോർഡറല്ല, വലിയൊരു ബോർഡറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശനി ഞായറിലും പരേഡ് നടക്കാറുണ്ട്. നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ പരേഡ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ പരേഡും കാര്യങ്ങളൊന്നുമില്ല. ആകെ ആഴ്ചയിൽ 2 ദിവസമുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ വാഗാ ബോർഡിലൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു അത്ര ഇല്ലെങ്കിലും ചെറിയൊരു പരേഡും കാര്യങ്ങളൊക്കെയാണ്. അത് എന്തായാലും മിസ്സായി പോയിട്ടാ. അങ്ങനെ നമ്മൾ ബോർഡറിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മുടെ സൈക്കിളിൽ അവിടെ എത്തിയേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകണം. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ എങ്ങാടെ പോകണമെന്നൊരു പിടുത്തമില്ലാട്ടാ. നേരെ അഗർത്തല മെയിനിലേക്ക് പോകണതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരാളെ കോണ്ടാക്ട് ഇട്ടിട്ടുണ്ട്. തങ്ങാൻ ചിലപ്പോൾ ഒരു സ്ഥലം കാര്യങ്ങളും കിട്ടും. അപ്പോൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങാനില്ലാന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ആ പോണ ആളുകളൊക്കെ ഇല്ലേ, അത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ത്യയുടെ എമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണേ കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്, പക്ഷേ ഇന്ത്യയിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇനി മെയിൻ റോഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അവർക്ക്.